السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. മാന്യ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയം തേനിനെ പറ്റിയാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനില് അതിൽ ശമനമുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ചിന്തിക്കുന്നവർക്ക്, റീസർച്ച് ചെയ്യുന്നവർക്ക് ഇതിൽ പാഠമുണ്ട്. ഇത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്, അതിനെപ്പറ്റി റീസർച്ച് ചെയ്യണം എന്ന് അല്ലാഹു തആല പറഞ്ഞു. അത് വളരെ ഒരു അത്ഭുതകരമായ കാര്യങ്ങളാണ് ഈ തേനീച്ചയിൽ നിന്ന് നാം കാണുന്നത്. ഒരു വലിയ ഗവേഷകൻ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അനവധി ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ബുക്കിൻ്റെ പേരാണ് മിറേക്കിൾ ഓഫ് ദ ഹണി ബീ, തേനീച്ചയുടെ അമാനുഷികത എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, ഈ തേനീച്ച കൂടുണ്ടാക്കി ആ കൂട്ടിൽ ഈ തേൻ നിറക്കുന്ന ഒരു അവസ്ഥ, അതിൻ്റെ ഹൈവ്സിൽ തേന് നിറക്കുന്ന ഒരവസ്ഥ, അത് വളരെ അത്ഭുതകരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ നാം ഓരോ ചെറിയ കണ്ണ്, ചെറിയ ഹോൾസ് പോലെ അതിൽ കാണുന്ന അത് ഒരു ആംഗിൾസ് ആണ്. അതായത് 6 കോണങ്ങളെ കൊണ്ടാണ് ആ ചെറിയ കണ്ണുകൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിൽ തേൻ നിറക്കുന്നുണ്ട് ഈ തേനീച്ച. ഈ 6 കോണം ഉണ്ടാക്കാൻ കാരണം അതിൽ കൂടുതൽ തേന് പിടിപ്പിക്കാൻ വേണ്ടിയാണ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. എന്നിട്ട് അതിൻ്റെ വിശദമായ കാര്യങ്ങൾ അദ്ദേഹം ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, അല്ലാഹു തആല തേനിന് സന്ദേശം വഹിയിറക്കി കൊടുത്തതാണ് ഈ തേനുണ്ടാക്കാൻ വേണ്ടി. ആ കൂടുകൾ, ആ ചെറിയ ചെറിയ കൂടുകൾ, അത് 12-13 ഡിഗ്രി ചരിച്ചിട്ടാണ് ഈ തേനീച്ച ഉണ്ടാക്കുന്നത്. കാരണം അതായത് അത് തേന് കവിഞ്ഞ് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. എന്ന് മാത്രമല്ല, ആ ഓരോ കണ്ണുകളെയും അത് ഒരു പ്രത്യേക എൻസൈമുകളെ കൊണ്ട് അത് മൂടുന്നു. അപ്പോഴേക്ക് അത് വളരെ സുഭദ്രമായി തേൻ അവിടെ നിൽക്കുന്നു. ഇങ്ങനെ ഈ തേനീച്ചയുടെ കൂടുകളുടെ ആ അത്ഭുതകരമായ കാര്യത്തെപ്പറ്റി അദ്ദേഹം വളരെ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. ഇനി തേനിലേക്ക് നമുക്ക് കടക്കാം. ബുഖാരി ഷരീഫിലും സഹീഹ് മുസ്ലിമിലുള്ള ഒരു ഹദീസ് നാം എല്ലാവരും കേൾക്കുന്നതാണ്. അതായത് ഒരു വ്യക്തി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് പറഞ്ഞു, നബിയെ, എൻ്റെ ബ്രദറിന്, എൻ്റെ സഹോദരന് വയറുവേദനയുണ്ട് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തേൻ കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തേൻ കൊടുത്ത് ആ വയറുവേദന മാറിയില്ല. വീണ്ടും അദ്ദേഹം വന്ന് പറഞ്ഞു, വയറുവേദന മാറുന്നില്ല എന്ന് പറഞ്ഞു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേൻ കൊടുക്കാൻ പറഞ്ഞു. വീണ്ടും തേൻ കൊടുത്ത് അങ്ങനെ മൂന്നാമതായും വയറുവേദന മാറാത്തത് കൊണ്ട് അദ്ദേഹം പറഞ്ഞ് മാറുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല സത്യം പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ, അതായത് അതിന് ശിഫയുണ്ട് എന്ന്. നിങ്ങളുടെ ബ്രദറിൻ്റെ വയറ് അത് കളവാക്കുകയാണോ എന്ന് പറഞ്ഞു. ഇതിൽ വലിയൊരു പാഠമുണ്ട്. അതായത് ഈ തേന് അകത്തുള്ള ഈ വയറുവേദന ഉണ്ടാക്കാൻ വേണ്ടി അകത്തുള്ള ആ ജേംസുകൾ, രോഗാണുക്കൾ, അത് ചിലപ്പോൾ വളരെ അതിന് കൂടുതൽ ശക്തി ഉള്ളതാണെങ്കിൽ അതിൻ്റെ ഈ തേനിൻ്റെ ഡോസ് കൂട്ടേണ്ടി വരും. നാം ഇപ്പോൾ കേൾക്കുന്നില്ലേ, മരുന്നിൻ്റെ ഡോസൊക്കെ കൂട്ടി എന്ന്, അതുപോലെ കൂട്ടേണ്ടി വരും. അത് വളരെ ശക്തിയുള്ള രോഗാണു ആയിരിക്കും അതിൻ്റെ അകത്തുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും വീണ്ടും അതിൻ്റെ ഡോസ് കൂട്ടാൻ വേണ്ടി കൂടെ കൊടുക്കാൻ പറഞ്ഞത്. അതായത് ഈ ജേംസുകളുടെ, രോഗാണുക്കളുടെ ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, ഡോക്ടർ സോക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം
കൊളറാഡോ അഗ്രികൾച്ചർ കോളേജിൻ്റെ ഈ രോഗാണുക്കളുടെ സ്പെഷ്യലിസ്റ്റും ഒരു റീസർച്ചറും കൂടിയാണ്. അദ്ദേഹം ഒരുപാട് വ്യത്യസ്തമായ ഇങ്ങനെയുള്ള രോഗാണുക്കളെ, ജേംസുകളെ കൊണ്ടുവന്ന് തേനിലിട്ട് ഒരു റീസർച്ച് അദ്ദേഹം നടത്തി. അങ്ങനെ നടത്തിയപ്പോൾ അവസാനം ഈ തേനിലുള്ള ജേംസുകൾ, അതിൽ കൊണ്ടുവന്നിട്ട ജേംസുകളെല്ലാം ചത്തൊടുങ്ങി. അതിൽ തൈപ്പസ് ജേംസ് എന്ന് പറഞ്ഞു വളരെ ശക്തിയേറിയ ജേംസ് രോഗാണു ഉണ്ടായിരുന്നു. അത് 48 മണിക്കൂർ കൊണ്ടാണ് ചത്തത്. അതേപോലെ തന്നെ ടൈഫോയിഡ് പനി ഉണ്ടാക്കുന്ന ജേംസ് ഉണ്ടായിരുന്നു. അത് 24 മണിക്കൂർ കൊണ്ടാണ് ചത്തൊടുങ്ങിയത്. അതുപോലെ തന്നെ അതിസാരത്തിൻ്റെ ഡിസെൻട്രിയുടെ രോഗാണുക്കൾ ഉണ്ടായിരുന്നു. അത് 10 മണിക്കൂർ കൊണ്ടാണ് ചത്തൊടുങ്ങിയത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതായത് അതാതിൻ്റെ ശക്തിക്കനുസരിച്ച് അത്ര സമയം അത് തേനിൽ നിൽക്കുന്നു, പിന്നെ അത് ചത്തൊടുങ്ങുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും വീണ്ടും ആ തേനിൻ്റെ ഡോസ് കൂട്ടാൻ വേണ്ടി പറഞ്ഞത്. അതേപോലെ തന്നെ ഡോക്ടർ ലോക്ക്ഹീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എൻസൈമോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഒട്ടോവ യൂണിവേഴ്സിറ്റിയുടെ എൻസൈമോളജിയുടെ ഒരു ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ലോക്ക്ഹീഡ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ച് അദ്ദേഹം പറയുന്നു, ഒരുപാട് കാര്യങ്ങൾ ഈ തേനിൽ കണ്ടുപിടിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഈസ് എ ആൾട്ടർനേറ്റീവ് ഗ്ലൂക്കോസ് എന്നാ പറഞ്ഞു. ഇത് ഒരു നല്ല, യാതൊരു അതിൽ കെമിക്കലും ഇല്ലാത്ത വളരെ നാച്ചുറലായ ഒരു നല്ല ഗ്ലൂക്കോസാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ തേനിലുള്ള ഫ്രക്ടോസ്, ആ ഫ്രക്ടോസ് കൊണ്ട് കുടൽ വേഗത്തിൽ വെള്ളത്തിനെ വലിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് കുടലിന് എന്ന് വലിച്ചെടുക്കാൻ വേണ്ടി ഇത് പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് ഒരുപാട് കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ തേന് നമ്മുടെ വയറ്റിൽ കടത്തേണ്ട രീതിയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ചുരുക്കത്തിൽ തേൻ എങ്ങനെയെല്ലാം കഴിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മുടെ കുടലിൽ, വലിയ കുടലിൽ വരുന്ന പുണ്ണുകൾ, വ്രണങ്ങൾ, അതിനെ ഈ തേന് സുഖപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ വയറ്റിൻ്റെ അകത്ത് വരുന്ന കൂടുതലായിട്ടുണ്ടാകുന്ന ആസിഡുകളെ കുറക്കാനും തേന് നല്ലതാണ്. ചെറിയ കുടലിൻ്റെ ആദ്യത്തെ ഭാഗത്തിൽ വരുന്ന, തുടക്കത്തിൽ വരുന്ന പുണ്ണുകളെ ശമിപ്പിക്കാനും വളരെ നല്ലതാണ് തേന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഈസ് വെരി ഗുഡ് ആൻറ്റിബയോട്ടിക്. അത് വളരെ നല്ല ആൻറ്റിബയോട്ടിക് ആണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോക്ടർ അഹമ്മദ് ഷൗക്കി ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ട് ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഖുർആനിൽ അല്ലാഹു തആല, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല തേനിൽ ശിഫയുണ്ട് എന്ന് പറഞ്ഞു. കുറച്ച് മുമ്പുള്ളതും ഇപ്പോൾ വന്നതുമായ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് ഗവേഷണങ്ങൾ ചെയ്തിട്ട് അവർ കണ്ടുപിടിച്ചു, അത് ഒരുപാട് രോഗങ്ങളെ ശമിപ്പിക്കുന്നു. മുറിവുകളെയും ചതവുകളെയും പരിക്കുകളെ ഒക്കെ അതിനൊക്കെ വളരെ നല്ലതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 1937 നടത്തിയ വ്യത്യസ്തമായ 1937 നടത്തിയ പഠനത്തിൽ അവർ പറഞ്ഞു, അതിൽ വ്യത്യസ്തമായ മൈക്രോബ്സുകളെ സുഖപ്പെടുത്താനുള്ള ഒരു കഴിവ്, അതായത് സൂക്ഷ്മമായ രോഗാണുക്കൾ നമ്മുടെ നഗ്നനേത്രത്തിൽ നേരിട്ട് കാണാതെ
അത് വളരെ മൈക്രോസ്കോപ്പിക് കൊണ്ടൊക്കെ കാണുന്ന അതിസൂക്ഷ്മമായ രോഗാണുക്കളെ സുഖപ്പെടുത്താനുള്ള കഴിവുകൾ തേനിനുണ്ട് എന്ന് അവർ കണ്ടെത്തി. 1944 അവർ ഈ തേനിനെ പറ്റി വലിയ ഒരു ഗവേഷണത്തിൽ അവർ നന്നായി ചർച്ച ചെയ്തിട്ട് എന്നിട്ട് അവർ പറഞ്ഞു അത് വളരെ നല്ല ആൻറ്റിബയോട്ടിക്കാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞു ഇത് ഒരുപാട് രോഗങ്ങൾക്ക് ശമനം ഈ തേനിലുണ്ട് എന്ന് അവർ പറഞ്ഞു. അല്ലാഹു തആല 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതിനെപ്പറ്റി പറഞ്ഞു. ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഏതായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. നല്ലത് പഠിക്കുവാനും നല്ലത് ചെയ്യുവാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ ഭൂമിയെ അള്ളാഹു എല്ലായിടത്തും ശാന്തി കൊണ്ട് സമാധാനം കൊണ്ട് നിറക്കട്ടെ. ആമീൻ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.